ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി ടീം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ലാസ്റ്റ് 10 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓൾറെഡി പഠിച്ചു തുടങ്ങിയ ഓവറോൾ മാക്സിമം എല്ലാ കോൺസെപ്റ്റ്സും കവർ ചെയ്തവർക്ക് ഇനിയുള്ള ഈ 10 ഡേയ്സിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് നമ്മളുടെ വീക്കർ സെക്ഷൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീക്കർ ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ കൂടുതൽ ടൈം കൊടുത്ത് നമുക്ക് റിവൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കാണ് ഈ ടൈം ടേബിൾ പറയാൻ പോകുന്നത്. അത് ഞാൻ ജൂൺ 26 ടു ജൂലൈ 5 എടുത്തിട്ടുള്ളത്. ഈ 10 ഡേയ്സ് കൊണ്ട് ഇങ്ങനെ എല്ലാ കോൺസെപ്റ്റ്സും കവർ ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജൂൺ 25 എല്ലാ റിസോഴ്സസും കളക്ട് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള എല്ലാ റിസോഴ്സസും ലൈക്ക് യൂട്യൂബ് നോക്കിയാണ് പഠിക്കുന്നതെങ്കിൽ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ കളക്ട് ചെയ്യണം. യൂട്യൂബ് വീഡിയോസ് ലിങ്ക്സ്, പിന്നെ ഗൂഗിളിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ഗൂഗിൾ സൈറ്റ്സ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ റിസോഴ്സസും കളക്ട് ചെയ്യണം. ബിക്കോസ് നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സമയം പോകും, സമയം വേസ്റ്റ് ആവും. അപ്പോൾ ഓൾറെഡി എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ജൂൺ 25 നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്യണം. ജൂൺ 26 ടു 28 ഈ 3 ഡേയ്സ് കമ്പ്യൂട്ടർ സയൻസിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജൂൺ 26 നമുക്ക് പ്രോബ്ലം സോൾവിങ് വിത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ഡേറ്റ പ്രസൻറ്റേഷൻ പഠിക്കാം. പഠിച്ചു കഴിഞ്ഞിട്ട് ഈ 2 ടോപ്പിക്കും ബേസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഏതാണോ വീക്കായിട്ട് തോന്നുന്ന സബ്ജക്റ്റ്, ഒരു ടോപ്പിക്സ് അതിലുള്ള വീക്കായിട്ടുള്ള ടോപ്പിക്സ്, നമുക്ക് മനസ്സിലാവാത്ത കോൺസെപ്റ്റ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ബിഫോർ സ്ലീപ്പ് ഇതൊക്കെ ഒന്ന് പഠിക്കണം. പിന്നെ 27 നമ്മൾ ഡിജിറ്റൽ ഫണ്ടമെൻ്റൽസ് ആൻഡ് ഡേറ്റാബേസ് ഫണ്ടമെൻ്റൽസ് ആണ് പഠിക്കുന്നത്. ഇത് രണ്ടും പഠിച്ചിട്ട് ഇതിലും ബേസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ഇതിലുള്ള വീക്കറായിട്ടുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ബിഫോർ സ്ലീപ്പ് ഒന്ന് പഠിക്കണം. പിന്നെ 28 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. ഇപ്പോൾ ഇങ്ങനെ പഠിച്ച് രാത്രിയാകുമ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 ദിവസം കൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഏകദേശം എല്ലാ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സും കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ഇതിൽ ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കേണ്ട, ബിക്കോസ് നമുക്ക് സമയമില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ബേസിക് കോൺസെപ്റ്റ്സ് മാത്രം പഠിച്ചു പോയാൽ മതി. ആൻഡ് ലാസ്റ്റ് ഇയർ എക്സാം കുറച്ച് ഈസി ആയിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇയർ ഡിഫിക്കൽട്ട് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ടൈം കൊടുത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ ഉള്ള 10 ഡേയ്സിൽ നല്ല ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഈ 3 ഡേയ്സ് കൊണ്ട് നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് കംപ്ലീറ്റ് ആയി. ബാലൻസ് 3 ഡേയ്സ്, അടുത്തുള്ള 3 ഡേയ്സ് നമ്മൾ മാത്സിനാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബാലൻസ് ഉള്ളത് ജൂൺ 28 തൊട്ട് ജൂലൈ 1 വരെയാണ്. ജൂൺ 29 നമുക്ക് ഓൾജിബ്ര ആൻഡ് കോർഡിനേറ്റ് ജോമെട്രി പഠിക്കാം. കോർഡിനേറ്റ് ജോമെട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് കുറേ ഉണ്ട്. പിന്നെ ഓൾജിബ്രയിൽ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ബാക്കിയെല്ലാം നമ്മൾ സംസ് ഒക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും പഠിച്ചിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബിഫോർ സ്ലീപ്പ് അതിലുള്ള ഫോർമുലാസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. ആൻഡ് ജൂൺ 30 പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ഫോർമുലാസ് മാത്രം പഠിച്ചാൽ മതി. പ്രോബബിലിറ്റിയിലും നമുക്ക് കോൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലായ പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പഠിച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കണം. ആൻഡ് ലാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബിഫോർ സ്ലീപ്പ് ഇതിൽ പഠിച്ച ഫോർമുലാസ് എല്ലാം റിവൈസ് ചെയ്തിട്ട് ഉറങ്ങണം. പിന്നെ ജൂലൈ 1 മെൻസുറേഷൻ ആൻഡ് ട്രിഗ്നോമെട്രി ആണ്. ഇതിൽ എല്ലാ ഫോർമുലാസ് കോൺസെപ്റ്റ്സ് എല്ലാം പഠിച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പ്രാക്ടീസ് കിട്ടും. അപ്പോൾ നമ്മളുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. അപ്പോൾ ഇങ്ങനെ ഡേ ടൈം ഇതൊക്കെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ബിഫോർ സ്ലീപ്പ് ഫോർമുലാസ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. പിന്നെ ജൂലൈ 2 ആൻഡ് ജൂലൈ 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ബാങ്ക് എക്സാം, SSC അങ്ങനെയുള്ള കുറേ ചാനൽസ് ഉണ്ട്. അതൊക്കെ നോക്കി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡൊക്കെ പഠിക്കാം. ഇതിൽ ഏജ് റിലേറ്റഡ്, പെർസെൻറ്റേജ്, നമ്പർ സീരീസ്, ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഈ 2 ഡേയ്സ് കൊണ്ട് ക്വാണ്ടിറ്റേറ്റീവിലുള്ള കോൺസെപ്റ്റ്സ് പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ജൂലൈ 4 ഇംഗ്ലീഷ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇംഗ്ലീഷ് മോക്ക് ടെസ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെ കറണ്ട് അഫയേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് ഒക്കെ നമുക്ക് കവർ ചെയ്യാം. ആൻഡ് ജൂലൈ 5 മോക്ക് ടെസ്റ്റ് ആൻഡ് റിവിഷൻ. മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഇപ്പോൾ രാവിലെ മോക്ക് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ രാത്രി റിവിഷൻ ചെയ്യാം. അല്ലെങ്കിൽ രാവിലെ റിവിഷൻ ചെയ്തിട്ട് രാത്രി മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ 10 ഡേയ്സ് കൊണ്ട് നമ്മളപ്പോൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സും കവർ ചെയ്ത് കാണും. ആൻഡ് ജൂലൈ 6 ചിലർക്ക് റിവിഷൻ ചെയ്യാൻ പറ്റത്തില്ല, ട്രാവലിംഗ് ഒക്കെ ആയിരിക്കും.
സമയം ഉണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഒത്തിരി ഡീപ്പായിട്ട് നോക്കണ്ട, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് പിന്നെ ഫോർമുലാസ് മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. ആൻഡ് ജൂലൈ 7 എക്സാം എഴുതാം. ഈ 10 ഡേയ്സ് കൊണ്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാലേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ചിലപ്പോൾ എക്സാം ഹാർഡായിരിക്കും. നന്നായിട്ട് പഠിച്ചിട്ട് ടെൻഷൻ ആവാതെ എക്സാം അറ്റൻഡ് ചെയ്യുക. താങ്ക്